ഹായ് വെൽക്കം ടു സുനൂസ് ബയോസ് വീഡിയോ. ഈ വീഡിയോയിലൂടെ ഇൻഫെർട്ടിലിറ്റിയെക്കുറിച്ചും അതിൻ്റെ കോസസ് ആൻഡ് ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചുമാണ് പറയാൻ പോകുന്നത്. ഇൻഫെർട്ടിലിറ്റി പുരുഷന്മാരിലോ സ്ത്രീകളിലോ ആകാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഗർഭനിരോധന മാർഗങ്ങൾ ഉപയോഗിക്കാതെ ലൈംഗിക സഹവർത്തിത്വം ഉണ്ടായിരുന്നിട്ടും ദമ്പതികൾക്ക് കുട്ടികൾ ഉണ്ടാകാത്ത അവസ്ഥയാണ് വന്ധ്യത. ഫസ്റ്റ് വി ക്യാൻ സീ ഇൻഫെർട്ടിലിറ്റി ഇൻ മെയിൽസ്. Any defect in sperm count, sperm structure, sperm motility or seminal fluids leads to male infertility. Failure of testes to descend into scrotum is called cryptorchidism. It causes azoospermia or absence of sperm. വാസ് ഡെഫറൻസോ വാസ എഫറൻഷ്യയോ ഇല്ലാതിരിക്കുകയോ ബ്ലോക്ക് ആവുകയോ ചെയ്താലും വന്ധ്യതയുണ്ടാകും. കാറ്റജീനർ സിൻഡ്രോമിൽ സ്പേം മോട്ടിലിറ്റിയും സീലിയറി ഫംഗ്ഷനും കുറയ്ക്കുന്നു. ഇതൊരു ഓട്ടോസോമൽ റിസസീവ് ഡിസോർഡറാണ്. സ്പെർമാറ്റോജനസിനെ കുറയ്ക്കുന്ന ചില കാരണങ്ങളാണ് വെയറിംഗ് ടൈറ്റ് അണ്ടർ ഗാർമെൻറ്റ്സ്, വർക്കിംഗ് ഇൻ ഹോട്ട് എൻവയൺമെൻറ്റ് എക്സെട്ര. ഇത് സ്ക്രോട്ടത്തിൻ്റെ ടെമ്പറേച്ചർ കൂട്ടുന്നു. ഇതിനു പുറമെ വേരിക്കോസ് വെയിൻസും ഫൈലോറിയാസിസും സ്പെർമാറ്റോജനസിനെ കുറയ്ക്കുന്നു. ലോ സ്പേം കൗണ്ടിന് കാരണമാക്കുന്ന കാര്യങ്ങളാണ് ഇൻഫെക്ഷൻ ഓഫ് സെമിനൽ വെസിക്കിൾ ആൻഡ് പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ്, മംസ്, ഇൻഫെക്ഷൻസ് ഓഫ് ക്ലമീഡിയ, മൈക്കോപ്ലാസ്മ. ലോ സ്പേം കൗണ്ടിന് ഒലിഗോസ്പെർമിയ എന്നാണ് പറയുന്നത്. ആൽക്കഹോളും ഡ്രഗ്സും സ്പെർമാറ്റോജനസിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നു. ക്ലൈൻഫെൽറ്റേഴ്സ് സിൻഡ്രോം ഉള്ളവരിൽ സെക്സ് ക്രോമസോംസ് XXY ആയതിനാൽ അൺഡെവലപ്ഡ് ടെസ്റ്റിസ് അഥവാ ഗൈനക്കോമാസ്റ്റിയ കാണപ്പെടുന്നു. ഗൊണാഡോട്രോപ്പിൻ ഡെഫിഷ്യൻസിയാണ് വന്ധ്യതയുടെ മറ്റൊരു കാരണം. സ്പേം ഫോർമേഷനെ കുറയ്ക്കുന്ന മറ്റു കാര്യങ്ങളാണ് റേഡിയേഷൻസും ആൻറ്റി ഡിപ്രസൻസും ഡ്രഗ്സും. ഇജാക്കുലേറ്ററി ഡിഫെക്ട്സ് ലീഡ്സ് ടു failure to deposit sperms in vagina. Low fructose content, high prostaglandin, high viscosity, low volume of ejaculates lead to male infertility. Sperm protein PCL zeta ഇല്ലെങ്കിലും എഗ് ആക്ടിവേഷൻ നടക്കില്ല. മെയിൽ ഇൻഫെർട്ടിലിറ്റിയുടെ കാരണങ്ങൾ മനസ്സിലായല്ലോ. അടുത്തതായി ഫീമെയിൽ ഇൻഫെർട്ടിലിറ്റിയുടെ കാരണങ്ങൾ നോക്കാം. എ ഫെർട്ടൈൽ വുമൺ produce ovum once in a month, allows the passage of ovum to fallopian tube for fertilization and implantation. ഫീമെയിൽ ഇൻഫെർട്ടിലിറ്റിക്ക് ഒരു കാരണം ഒവേറിയൻ സിസ്റ്റാണ്. മാൽഫങ്ഷനിങ് ഓഫ് ഹൈപ്പോതലാമസ്, പിറ്റ്യൂട്ടറി, തൈറോയിഡ്, അഡ്രീനൽ ഗ്ലാൻഡ് ഓൾസോ കോസസ് ഇൻഫെർട്ടിലിറ്റി. ഇഫ് നോ ഓവുലേഷൻ അറ്റ് ഓൾ ഇറ്റ് ഈസ് കോൾഡ് ആനോവുലേഷൻ. എന്നാൽ ഓവുലേഷൻ ഇടയ്ക്കൊക്കെയാണെങ്കിൽ ഒലിഗോ ഓവുലേഷൻ എന്ന് പറയുന്നു. അടുത്തതായി FSHൻ്റെയും LHൻ്റെയും അളവിൽ കുറഞ്ഞാൽ കോർപ്പസ് ലൂട്ടിയത്തിൻ്റെ ഫംഗ്ഷൻ കുറയുകയും പ്രൊജസ്ട്രോൺ സെക്രീഷൻ കുറയുകയും അത് ഇംപ്ലാന്റേഷൻ നടക്കാതിരിക്കുന്നതിന് കാരണമാവുകയും ചെയ്യുന്നു. രക്തത്തിൽ പ്രൊലാക്റ്റിൻ ഹോർമോണിൻ്റെ അളവ് വർദ്ധിക്കുമ്പോൾ ഗ്രാഫിയൻ ഫോളിക്കിളിൽ നിന്നും ഓവം റിലീസ് ചെയ്യാതിരിക്കുകയും ഇൻഫെർട്ടിലിറ്റിക്ക് കാരണമാവുകയും ചെയ്യുന്നു. ഇഫ് ദർ ഈസ് ബ്ലോക്ക് ഇൻ ദ ലൂമൻ ഓഫ് ഫാലോപ്പിയൻ ട്യൂബ്, ഫെർട്ടിലൈസേഷൻ വോണ്ട് ടേക്ക് പ്ലേസ്. യൂട്രൈൻ ക്യാവിറ്റി അടഞ്ഞുപോയാലും വന്ധ്യതയ്ക്ക് കാരണമാകും. യൂട്രസിൻ്റെ എൻഡോമെട്രിയത്തിന് കേടുപാടുകൾ സംഭവിച്ചാൽ ഇംപ്ലാന്റേഷൻ നടക്കില്ല. കോൺജനിറ്റൽ മാൽഫോർമേഷൻ ഓഫ് യൂട്രസ് ഓൾസോ ലീഡ്സ് ടു ഇൻഫെർട്ടിലിറ്റി. ഫൈബ്രോയിഡ് ഇൻ ദ യൂട്രസ് ഓൾസോ കോസസ് ഇൻഫെർട്ടിലിറ്റി. If there is polyp inside the cervix, sperm cannot enter inside the uterus. So fertilization do not take place. If the vagina is septate and defective, that also leads to infertility. Now let us see the treatment of infertility in males. Avoid alcohol. Avoidance of tight and warm undergarments. Cold scrotal bath twice a day for 5 minutes. Use of vitamin E, C, B12 and folic acid to improve oligospermia. Use of clomiphene citrate
For the synthesis of gonadotropins, HCG is given intravenously to stimulate testosterone production. Presence of anti-sperm antibodies is corrected by dexamethasone. For hypothalamic dysfunction, gonadotropic releasing hormone therapy is used. Vasa deferentia and vasa efferentia is corrected surgically. For correcting varicose vein and non-descent of testes, surgery is required. Erectile dysfunction is corrected by use of sildenafil. ഇനി നമുക്ക് ഫീമെയിൽസിലെ ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് നോക്കാം. ക്ലോമിഫിൻ സിട്രേറ്റ് ഉപയോഗിച്ച് ഓവുലേഷനെ ഇൻഡ്യൂസ് ചെയ്യാം. ഫോളിക്കുലാർ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ, ഹ്യൂമൻ കോറിയോണിക് ഗൊണാഡോട്രോപ്പിൻ, ഗൊണാഡോട്രോപ്പിൻ റിലീസിംഗ് ഹോർമോൺ എന്നിങ്ങനെ 3 ഹോർമോണുകൾ അപ്ലൈ ചെയ്താൽ അനോവുലേഷനും ഒലിഗോവുലേഷനും തടയാം. ലേസർ ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ സർജറി വഴി ഒവേറിയൻ സിസ്റ്റിനെ റിമൂവ് ചെയ്യാം. യൂട്രസ് ആൻഡ് ഫാലോപ്പിയൻ ട്യൂബ് ഡിഫക്ട്സ് ആർ കറക്റ്റഡ് ബൈ സർജറി. To correct anti-sperm antibodies in cervical mucus, dexamethasone is used. Antibiotics are given for treating infections. The most important thing is consult a qualified doctor for both male and female infertility. Thank you for watching this video. If you like this video, subscribe, share and click the bell icon. Thank you.